അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആയിഷ ബീവി, അസ്മാ ബീവി. ഏതാണ് ശരി? അസ്മാ ബീവി എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അബൂ സുഫിയാന്റെ മകൾ. ഇവിടെ കൊടുത്തത് ഉമ്മു സലമ, ഉമ്മു ഹബീബ. അപ്പൊ ഏതാണ് ശരി? ഉമ്മു ഹബീബ എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാരാണെന്നാണ് ചോദിക്കുന്നത്. റുഖയ്യ ബീവി, ഖദീജ ബീവി. ആരാണ്? റുഖയ്യ ബീവിയാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തെ ചോദ്യം, പൂർവ വേദം പഠിച്ച പണ്ഡിതൻ. സെയ്ദ് ബിനു സാബിത്ത്, വറഖത്ത് ബിനു നൗഫൽ. ആരാണ്? വറഖത്ത് ബിനു നൗഫലാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് ജബലുന്നൂറിലാണ്. ഹിറ ഗുഹ, സൗർ ഗുഹ. ഏതാണ്? ഹിറ ഗുഹയാണ്. ഇനി അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിന്റെ മാതാവ് ആയിഷ ബീവി, മാരിയത്തുൽ ഖിബ്തിയ. ഏതാണ്? മാരിയത്തുൽ ഖിബ്തിയ എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഏഴാമത്തത്, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചു. ഖദീജ ബീവി, സൽമ ബീവി. ആരാണ്? ഖദീജ ബീവിയാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ്. 2 വീതം എഴുതാം. അപ്പൊ താഴെ കുറെ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രത്തോളം? 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും 2 വീതം മാത്രമാണ് ഉത്തരം എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ. അപ്പൊ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. അപ്പൊ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽക്കേ വിട്ടുനിന്നത്? അതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? അക്രമം, അനീതി, ബിംബാരാധന. അപ്പൊ അക്രമം, അനീതി, ബിംബാരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതൽക്കേ വിട്ടുനിന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ഭയന്ന് വിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനപ്പെടുത്തി ഖദീജ ബീവി പറഞ്ഞത്. അപ്പൊ എന്തെല്ലാമാണ് ഭയന്ന് വിറച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു അല്ലെ? അപ്പം ആ ഒരു അവസരത്തിൽ ഖദീജ ബീവി എന്തൊക്കെ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചത്, സ്വാന്തനപ്പെടുത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം. എന്തെല്ലാമായിരുന്നു പറഞ്ഞത്? തങ്ങൾ വ്യസനിക്കേണ്ടതില്ല. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈ വെടിയുകയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു. അപ്പം ആ ഒരു ഭാഗം ഇടത്തെ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ 2-2-ൽ 3 എന്ന് എഴുതിക്കൊണ്ടാണ് കൊടുത്തത്. അപ്പൊ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. അപ്പൊ അതൊന്നുകൂടി നോക്കാം. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു, അവശരെ സഹായിക്കുന്നു, പിന്നെയോ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും 2 മാത്രം അവിടെ എന്താക്കണം? എഴുതി കൊടുക്കണം. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ ചോദ്യമാണ്. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രനായ അബ്ദുള്ളയുടെ ഉപനാമങ്ങൾ. അപ്പൊ നബിയുടെ പുത്രനായിട്ടുള്ള
അബ്ദുള്ളയുടെ ഉപനാമങ്ങൾ ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. എന്തെല്ലാമാണ്? ത്വയ്യിബ്, ത്വാഹിർ. അപ്പം അവിടെ ത്വയ്യിബ്, ത്വാഹിർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ. ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതെല്ലാമാണ്? ഉമ്മുൽ ഖുറ, ബക്ക. അപ്പൊ അത് അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രവും പിതാവിന്റെ പേരും എഴുതാം. അപ്പൊ ബനു സുഹ്റയായിരുന്നു മാതാവ് ആമിന ബീവിയുടെ ഗോത്രം. പിന്നെയോ പിതാവിന്റെ പേര് വഹബ്. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്നു താമസമാക്കിയത് എപ്പോഴാണ്? ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? ഉത്തരം നോക്കാം. സംസം എന്ന അത്ഭുത ജലം ഉറവ എടുത്തപ്പോൾ. അപ്പൊ സംസം എന്ന അത്ഭുത ജലം ഉറവ എടുത്തതോടെയാണ് ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത്. നാലാമത്തെ ചോദ്യം, മുലക്കുടി നിർത്തിയതിനു ശേഷം എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്നത്? 2 വർഷക്കാലം. അപ്പൊ 2 വർഷക്കാലമാണ് മുലകുടി പൂർത്തിയാക്കിയതിനു ശേഷം ഹലീമ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു? ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. ഇനി അടുത്ത ഭാഗമാണ്, 4ാമത്തെ ഭാഗം ചോദിക്കുന്നത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഡാഷ്. എന്താണ് അവിടെ വേണ്ടത്? ഫാത്തിമ ബീവി വഫാത്തായത്. 2ാമത്തെ ചോദ്യം, നുബുവത്തിന്റെ 6ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് നോക്കാം. 3ാമത്തതാണ്, ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബഷ. അപ്പൊ അവിടെ രാജ്യമാണ് ഹബഷ എന്നുള്ളതാണ് എഴുതി കൊടുക്കാറുള്ളത്. ഇനി അടുത്തത് 4ാമത്തതാണ്, കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് 5ാമത്തത്, വ്യക്തമാക്കാം. അപ്പൊ താഴെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം എല്ലാം എന്താക്കുക, ശരിയായിട്ടുള്ള രൂപത്തിൽ വ്യക്തമാക്കിയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് ഒന്നാമത്തത് നോക്കാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം എപ്പോഴാണ്? നുബുവത്തിന്റെ 2ാം വർഷം. 2ാമത്തെ ചോദ്യം, ഇഖ്റ എന്ന ആജ്ഞക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്താണ്? മാ അന ബിഖാരിഇൻ. 3ാമത്തത്, ഹബഷയിലേക്ക് 1ാമത്തെ ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഇനി അവസാനത്തെ ചോദ്യമാണ് പൂരിപ്പിക്കാം. 1ാമത്തത്, വസബഅത്തുൻ ഡാഷ് ഹും ഖാസിമുൻ സൈനബുൻ ഡാഷ് യ ഫഹം. എന്താണ്? വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബു റുഖയ്യ ഫാത്തിമ യ ഫഹിം. അങ്ങനെയാണ്. അപ്പോൾ അവിടെ എന്താക്കുക, ഔലാദുഹു എന്നുള്ളതും റുഖയ്യ ഫാത്തിമ എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.